മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധാരാളം വ്യക്തികൾ അവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയുമെല്ലാം ജാതകം നോക്കണമെന്ന് പറഞ്ഞ് ഇമെയിൽ വഴിക്കും കത്തിലൂടെയും ബന്ധപ്പെടാറുണ്ട്. അതിനേക്കാൾ 10 ഇരട്ടി വ്യക്തികൾ ജാതകത്തിലെ ചില സംശയങ്ങൾ ഫോണിലൂടെ ചോദിക്കാറുണ്ട്. ഇതിനെല്ലാത്തിനും മറുപടി പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ധാരാളം കാര്യങ്ങൾ ജ്യോതിഷം, ജാതകം എന്നീ വിഷയത്തിലൂടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ചിലർക്കെല്ലാം അവസാനിക്കാത്ത അത്രയും സംശയങ്ങളുണ്ട്. അതിലെ സർവ്വസാധാരണമായ കുറേ സംശയങ്ങൾ ഞാൻ വായിച്ച് അതിന് മറുപടി പറയാം. ഇതേ സംശയം മറ്റുള്ളവരോട് ചോദിച്ചാൽ ഇതേ മറുപടി ആയിരിക്കും കിട്ടുക എന്നുറപ്പൊന്നുമില്ല. ഓരോരുത്തർക്കും അവരവരുടെ വീക്ഷണമനുസരിച്ച് വ്യത്യസ്ത മറുപടി കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ മറുപടി കൊടുക്കുകയും ചെയ്യാം. അതിൽ കുറേ ചോദ്യങ്ങൾ. ജ്യോതിഷം സത്യമാണോ? സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം ട്രൂത്ത്, ഫാക്റ്റ്, എസൻസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജ്യോതിഷത്തിൽ ട്രൂത്ത് ഉണ്ട്, ഫാക്റ്റ് ഉണ്ട്, എസൻസ് ഉണ്ട്. അടുത്ത ചോദ്യം, എനിക്ക് ജ്യോതിഷത്തിൽ വിശ്വാസമില്ല. ജ്യോതിഷത്തിൽ വിശ്വാസം വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരു നിർബന്ധവുമില്ല ജ്യോതിഷം വിശ്വസിക്കണമെന്ന്. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ആരെങ്കിലും നിങ്ങളുടെ ജാതകത്തിൻ്റെ കുഴപ്പമാണെന്ന് പറയുമ്പോൾ ആ സമയത്ത് ടെൻഷനോ കൺഫ്യൂഷനോ ഉണ്ടാവരുതെന്ന് മാത്രമേ ഉള്ളൂ. ജ്യോതിഷം വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഗ്രഹങ്ങളും പ്ലാനറ്റുകളും ഒന്നാണോ? ഗ്രഹങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മളെ സ്വാധീനിക്കുന്നതിൽ ചന്ദ്രനും സൂര്യനും രാഹുവും കേതുവും പെടും. പ്ലാനറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം താരാഗ്രഹം. പ്ലാനറ്റുകളെല്ലാം ഗ്രഹങ്ങളാണ്, ഗ്രഹങ്ങളെല്ലാം പ്ലാനറ്റുകളല്ല. പ്ലാനറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാള സംസ്കൃത ട്രാൻസ്ലേഷൻ താരാഗ്രഹം. അത് ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, ഭൂമി മാത്രമാണ്. ഗ്രഹങ്ങളാണോ നമുക്ക് ഫലങ്ങൾ തരുന്നത്? അടുത്ത ചോദ്യമാണത്. ഗ്രഹങ്ങളല്ല ഫലങ്ങൾ തരുന്നത്. ഗ്രഹങ്ങൾ നമുക്ക് ഒരു ഫലവും തരില്ല. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ അതെന്ന് അനുഭവിക്കുമെന്നുള്ളത് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാണ് ജാതകം പറയുക. നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ റെഡ് സിഗ്നൽ വരികയാണെങ്കിൽ, റെഡ് ലൈറ്റ് സിഗ്നൽ ലാമ്പിൽ വരികയാണെങ്കിൽ നമ്മൾ വണ്ടി നിർത്തുന്നു. ഈ റെഡ് ലൈറ്റ് ആണോ വണ്ടി നിർത്തിയത് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? റെഡ് ലൈറ്റ് വണ്ടി നിർത്തണമെന്ന് സൂചിപ്പിക്കുന്നു. ഗ്രീൻ ലൈറ്റ് വണ്ടിക്ക് മുമ്പോട്ട് പോകാമെന്ന് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് 2ാം ഭാവത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ ഈ 2ാം ഭാവത്തിലെ ചൊവ്വയല്ല ഇയാൾക്ക് അതിൻ്റെ കോൺട്രിബ്യൂഷൻ നൽകുന്നത്. വളരെ ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയിൽ 2ാം ഭാവത്തിൽ ചൊവ്വയുണ്ടാവും. ആ ചൊവ്വ നീചത്തിലാണെങ്കിൽ പച്ച തെറി പറയാൻ പോലും ഒരു വിഷമവും ഇല്ലാത്ത വ്യക്തിയായിരിക്കും ഇയാൾ എന്ന് ആ ചൊവ്വയുടെ സ്ഥാനം സൂചിപ്പിക്കുന്നു. ചൊവ്വയല്ല ഇയാളെ കൊണ്ട് തെറി പറയിപ്പിക്കുന്നത്. ജാതക ചേർച്ച എന്നുള്ളതുണ്ടോ? വേണമെന്നുണ്ടെങ്കിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും അല്ലെങ്കിൽ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ജാതകം നോക്കി പരസ്പരം ചേരുമോ എന്ന് പൂർവികർ പറഞ്ഞതുപോലെ നോക്കാം. അങ്ങനെ നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജാതകം ചേർത്ത് നോക്കിയിട്ടേ വിവാഹം കഴിക്കാവൂ എന്നൊന്നുമില്ല. എൻ്റെ മകളുടെയും എൻ്റെയും വിവാഹമൊന്നും ജാതകം നോക്കിയിട്ടല്ല നടത്തിയത്. പക്ഷെ എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നം വരുമ്പോൾ ജാതക ചേർച്ച ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയെല്ലാം വന്നത് എന്ന ഭയമുണ്ടാവുമെങ്കിൽ ഇപ്പം തന്നെ നോക്കുക. അല്ലെങ്കിൽ ധൈര്യമായിട്ട് ജീവിച്ചുകൊണ്ട് പോവുക. ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു ജാതകത്തിൽ 7ാം ഭാവത്തിലും 8ാം ഭാവത്തിലും ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അത് പാർട്ട്ണർക്കും മരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും എല്ലാം കുറച്ച് പ്രശ്നം ഉണ്ടാവും എന്ന് പറയാറുണ്ട്. ചൊവ്വാദോഷത്തെക്കുറിച്ച് ചിന്തിക്കാതെ വിവാഹം കഴിക്കുന്നതിൽ ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ലഗ്നാധിപൻ ചൊവ്വയായിട്ടിരിക്കുകയോ 7ലും 8ലും ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുകയോ ഒക്കെ ചെയ്താൽ ഈ ചൊവ്വാദോഷം എന്ന് പറയുന്ന വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചൊവ്വാദോഷമുള്ളവൻ്റെ ജാതകം മോശമാണെന്ന് അർത്ഥമില്ല. അതേപോലെ ചൊവ്വാദോഷമുള്ള വേറൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നേ അർത്ഥമുള്ളൂ. അതായത് ഒരു റൗഡിയായിട്ടുള്ള ഭാര്യയായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് ലൈക്ക് ഡിസോൾവ്സ് ഇൻ ലൈക്ക് എന്നൊരു കെമിസ്ട്രി പ്രിൻസിപ്പിൾ ഉണ്ട്. ലൈക്ക് ഡിസോൾവ്സ് ഇൻ ലൈക്ക്. അപ്പോൾ ഏതാണ്ട് നല്ല രീതിയിൽ ചേരുന്നവർ തമ്മിൽ ചേർക്കാനാണ് ചൊവ്വാദോഷം ഉള്ള വ്യക്തിയെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന് പറയാം. വളരെ മിനിമം സംസാരിക്കുന്ന ഒരു ഭർത്താവിന് നിരന്തരം സംസാരിക്കുന്ന ഒരു ഭാര്യ വരുന്നതിനേക്കാളും നല്ലത് ഏതാണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം. അതുപോലെയാണ് മുന്നാൾ എന്ന് പറയുന്നത്. എന്താണ്? ജനിച്ച നാൾ മുതൽക്ക് 1, 2, 3ാമത്തെ നാൾ വരുന്ന പാർട്ട്ണർ വരികയാണെങ്കിൽ, തിരുവോണക്കാരന് പൂരാടത്തിലെ ഭാര്യ വരികയാണെങ്കിൽ മുന്നാളാണെന്ന് പറയും. അടുത്ത ചോദ്യം, കണ്ടകശനി എന്ന് പറയുന്നത് എന്താണ്? ജാതകത്തിലെ 1, 4, 7, 10 ഭാവങ്ങൾ കണ്ടക ഭാവങ്ങളാണെന്ന് പറയും. 1 സാധാരണ എടുക്കാറില്ല. അപ്പോൾ 4, 7, 10 ഭാവങ്ങൾ. 4 നമ്മുടെ കുടുംബം, തറവാട്, ഇതെല്ലാം. 7 പാർട്ട്ണർ, ഭാര്യ, ഭർത്താവ്, എല്ലാം. 10 കർമ്മഭാവം. ഈ 3 ഭാവങ്ങളിൽ ശനി ഗ്രഹചാരം വഴിക്ക് 2.5 വർഷം വീതം കടന്നു പോകുമ്പോൾ 2.5 + 2.5 + 2.5 അങ്ങനെ 7.5 വർഷം കണ്ടകശനിയുണ്ട്. തുടർച്ചയായിട്ടല്ല, അത് അവനവൻ്റെ ലഗ്നവും കലണ്ടറും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും കണ്ടകശനി ഏതാണ്. 7.5 ശനി എന്ന് പറയുന്നത് എന്താണ്? ലഗ്നത്തിൻ്റെ മുമ്പിലുള്ള ഭാവത്തിൽ 2.5 വർഷം ശനി കടന്നു പോകുന്നു, ലഗ്നത്തിലൂടെ കടന്നു പോകുന്നു. അതുപോലെ 2ാം ഭാവത്തിലൂടെ കടന്നു പോകുന്നു. എങ്കിൽ 2.5 + 2.5 + 2.5 തുടർച്ചയായ 7.5 വർഷം ഈ ശനി കടന്നു പോകുമ്പോൾ ആ കാലഘട്ടത്തിനാണ് 7.5 ശനി എന്ന് പറയുക. അത് വലിയ പ്രോബ്ലം ഉള്ളതൊന്നുമല്ല. പലരും പറഞ്ഞു വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിരിക്കുകയാണ് അതെല്ലാം. തുലാം രാശിയിൽ ശനി ഉണ്ടെങ്കിൽ, തുലാത്തിൽ ശനി ഉണ്ടെങ്കിൽ, ഉച്ചത്തിലാണ് ശനി, ലഗ്നത്തിൽ ശനി ഉണ്ടെങ്കിൽ, ലഗ്നാധിപനോട് ചേർന്ന് ശനി ഉണ്ടെങ്കിൽ ഈ ശനിക്കൊന്നും വലിയ പ്രോബ്ലം ഇല്ലെന്ന് ജാതകക്കാർ പറയാറുണ്ട്. എൻ്റെ മകളുടെ ജാതകം നോക്കിയിട്ട് പഠിത്തത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ? ധാരാളം വ്യക്തികൾ ചോദിക്കുന്ന ചോദ്യമാണ്. എന്തിനാ ഈ ജാതകം നോക്കിയിട്ട് ഊണ് കഴിക്കാനും പഠിക്കാനൊക്കെ പോകുന്നത്? സ്കൂളിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ, കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നല്ലോണം പഠിക്കട്ടെ. ജാതകപ്രകാരം പഠിക്കുമോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിക്കേണ്ട കാര്യം പണ്ടുള്ളവർക്കും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴുള്ളവർക്കും വേണ്ട, ഇനിയും വേണ്ട. നല്ല രീതിയിൽ പഠിപ്പിക്കുക. ജാതകമൊന്നും നോക്കേണ്ട കാര്യമില്ല. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്വരച്ചേർച്ച ജാതകത്തിലൂടെ അറിയാൻ പറ്റുമോ? ജാതകത്തിലൂടെ ഭാര്യാഭർത്താക്കന്മാരായതിനു ശേഷം സ്വരച്ചേർച്ച അന്വേഷിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാ? സ്വരച്ചേർച്ചയില്ലെങ്കിൽ സ്വരച്ചേർച്ച ഉണ്ടാക്കാനുള്ള രീതി ഉണ്ടാക്കുക, രീതിയിൽ സംസാരിക്കുക. ജാതകം നോക്കിയിട്ട് സ്വരച്ചേർച്ചയോ സാമ്പാറോ രസമോ ഓലനോ അവിയലോ സാരി മേടിക്കലോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള കാരണത്തിലൂടെ ജീവിക്കാൻ ശ്രമിക്കുക. അത് ജാതകം നോക്കിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയും വേണ്ട. ഞാൻ അങ്ങക്ക് 10 ജാതകം തരാം. ആ ജാതകം ആണുങ്ങളുടെയാണോ പെണ്ണുങ്ങളുടെയാണോ എന്ന് വിവരിച്ചാൽ ഞാൻ ജാതകത്തിൽ വിശ്വസിക്കാം. നിങ്ങളെന്നല്ല, ഈ ലോകത്തിൽ ആരും ജാതകത്തിൽ വിശ്വസിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. ഇനി ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും എഴുതി തന്നിട്ട് ആണാണെന്നോ പെണ്ണാണെന്നോ പറഞ്ഞ് ശരിയായാലോ തെറ്റായാലോ ജാതകം ശരിയാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? തിരുവനന്തപുരത്തെ ബൈപ്പാസിലുള്ള ഏറ്റവും പ്രസിദ്ധമായ ന്യൂറോളജി ഹാർട്ട് ഹോസ്പിറ്റലുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ വരുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോൾ 94,000 രൂപയുടെ ബില്ലാണ് അവർ ചെയ്തു തന്നത്. അതിൽ 50,000-ഓളം രൂപ ടെസ്റ്റുകൾക്ക് MRI ഉൾപ്പെടെ ചെയ്തു. അവസാനം അവർ കൺക്ലൂഡ് ചെയ്തത് തലയ്ക്കകത്ത് വൈറസ് അറ്റാക്ക് ഉള്ള ഒരു മഹാരോഗമാണെന്നാണ്.
അതിനു വേണ്ടിയിട്ട് 40,000 രൂപയുടെ ഇഞ്ചക്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ആശുപത്രിയിൽ നിന്ന് നിർബന്ധപൂർവ്വം അവരെ കൊണ്ടുവന്ന് വേറൊരു ഡോക്ടറെ തിരുമലയിൽ കാണിച്ചു. ആ ഡോക്ടർ പറഞ്ഞു, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു അസുഖമാണ്, സ്പോണ്ടിലോട്ടിക് മൈഗ്രെയിൻ എന്ന് പറയുന്നത്, 3 രൂപയുടെ ടാബ്ലറ്റ് 5 ദിവസം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത്രയും 7 പ്രഗത്ഭരായ അനവധി അവാർഡ് കിട്ടിയ ഡോക്ടർമാർ 94,000 രൂപയുടെ ബില്ല് കൊണ്ട് എൻ്റെ വൈഫിൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയ മരുന്നിൻ്റെ രോഗമാണ് നിങ്ങളുടെ ഭാര്യയ്ക്കുള്ളതെന്ന് ഈ ഡോക്ടർ പറയുകയും ചെയ്തു. ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം ആൾമോസ്റ്റ് എൻ്റെ ഭാര്യ നോർമൽ ആയിട്ടുണ്ട്. അസുഖം മുഴുവനും ഈ മരുന്ന് ഇഞ്ചക്ട് ചെയ്തതിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇത്രയധികം ടെസ്റ്റുകൾ നടത്തിയിട്ട് ഇത്രയധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എന്നാലും ആ ആശുപത്രിക്കാർ 94,000 രൂപ മേടിച്ച ആശുപത്രിക്കാർ ഒരു രോഗത്തിൻ്റെ പേര് എഴുതി തന്നു. ആ പേര് ഇൻ്റർനെറ്റിലിട്ട് എന്താണെന്ന് നോക്കിയപ്പോൾ ആ രോഗത്തിന് പറഞ്ഞിരിക്കുന്ന 14 ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണം പോലും എൻ്റെ ഭാര്യയ്ക്കില്ല. അതെനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചതാ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ജാതകം തന്നിട്ട് ആണോ പെണ്ണോ എന്ന് അന്വേഷിക്കാൻ പറയുന്ന വ്യക്തിയോടും പറയുന്നു, അൾട്രാ മോഡേൺ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇത്രയും വലിയ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് കണ്ടുപിടിച്ച രോഗം വെറും കാശുണ്ടാക്കാനും തട്ടിക്കാനും വെട്ടിക്കാനും പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ ചെയ്യുന്നതാണ് എന്നുള്ള കാലഘട്ടത്തിൽ ജാതകം നോക്കി ആണോ പെണ്ണോ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊക്കെ അന്വേഷിക്കാൻ പോകുന്നതിനേക്കാൾ നല്ലത് ഒന്നുകിൽ ജാതകം നോക്കാതിരിക്കുക, ജാതകത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുക. ജാതകം നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രവചനം ശാസ്ത്രീയമാണോ? ലോകത്തിലെ ഒരു പ്രവചനവും ശാസ്ത്രീയമാവണമെന്ന് നിർബന്ധമില്ല. മാൽത്തൂസൻ തിയറി ഇന്ന് ലോകം റിജക്റ്റ് ചെയ്തിരിക്കുന്നു. കാലവർഷം വളരെയധികം ചതിച്ചു കേരളത്തെ, അതുകൊണ്ട് തുലാവർഷം നന്നായിട്ടുണ്ടാവുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു. രണ്ടും ഉണ്ടായില്ല. ഇത്രയധികം ശാസ്ത്രീയമായിട്ട് വളർന്നിരിക്കുന്ന ജപ്പാനിൽ സുനാമി വന്ന് 15 സെക്കൻഡിന് ശേഷമാണ് സുനാമി വരുമെന്ന പ്രഡിക്ഷൻ ഉണ്ടായത്. അതുകൊണ്ട് ഈ പ്രവചനം ശരിയാവണമെന്നില്ല, ചിലത് ശരിയായിന്ന് വരും, ചിലപ്പോൾ ലക്കാണ്, ചിലപ്പോൾ സയൻസാണ്. ജാതകം കൃത്യമായി ഗണിക്കാൻ സാധിക്കുമോ? ജാതകത്തിന് കൃത്യത എന്നുള്ളത് വളരെ കുറവാണ്. കാരണം ചില സമയത്ത് ജാതകം നമ്മൾ എഴുതുന്നത് ഈ കുട്ടി കരയുന്ന സമയം നോക്കിയിട്ടാണ് രോദനം, ചില സമയത്ത് തല കാണുന്ന സമയം നോക്കിയിട്ടാണ് ശിരോദർശനം, ചിലപ്പോൾ ഭൂമി തൊടുന്ന സമയമാണ് ഭൂസ്പർശനം, ചിലപ്പോൾ പൂക്കിൾക്കൊടി മുറിക്കുന്ന സമയമാണ് എടുക്കുക കടീബന്ധനം. ഇതിലേതെടുത്താലും ജാതകത്തിൽ കുറേയൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ജാതകം പെർഫെക്റ്റ് ആണ്, ഷാർപ്പാണ്, വളരെ സ്പെസിഫിക് ആണ് എന്ന ധാരണയൊക്കെ തെറ്റാ. കുറേയൊക്കെ അറിയാൻ സാധിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു സമയം എടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഷാർപ്പ് ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ജാതകം കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പ്രഡിക്ഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാറില്ലെന്ന് മാത്രം. ജാതകത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കുകയുമില്ല. നിങ്ങൾ ജാതകത്തിൽ ഒരിക്കലും വിശ്വസിക്കരുത്, ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കരുത്. അതിൽ ആർക്കും ഈ ലോകത്തിൽ ഒരു നഷ്ടമോ ലാഭമോ വരാനും പോകുന്നില്ല. ജാതകത്തിൽ സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങളായിട്ടാണ് പറയുന്നത്. ജാതകത്തിൽ സൂര്യൻ ചന്ദ്രൻ രാഹു കേതു ഇതെല്ലാം ഗ്രഹങ്ങളാണ്. അത് ശരിയാണ് താനും. ഗ്രഹങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം പ്ലാനറ്റ് എന്നല്ല, സ്വാധീനിക്കുന്നത് എന്നാണ്. അനുഗ്രഹം, പരിഗ്രഹം, നിഗ്രഹം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? സ്വാധീനിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അതെല്ലാം പറയുന്നത്. ജാതകത്തിൽ ഭൂമിക്ക് ചുറ്റും സൂര്യൻ ചന്ദ്രൻ കറങ്ങുന്നു എന്നാണ് പറയാറുള്ളത്. അത് തെറ്റല്ലേ? ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങിയാലും സൂര്യന് ചുറ്റും ഭൂമി കറങ്ങിയാലും ഈ ഭൂമിയുടെ സ്ഥാനവും രാശിയും ചക്രവും വരച്ചിരിക്കുന്നതെല്ലാം ഭൂമിക്ക് ചുറ്റുമുള്ള ആ 360 ഡിഗ്രിയുടെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് കറക്റ്റാണ്. അത് ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങിയാലും വിരോധമില്ല, സൂര്യന് ചുറ്റും ഭൂമി കറങ്ങിയാലും വിരോധമില്ല. ജാതകം ജിയോസെൻട്രിക് ആയിട്ടാണ് എടുക്കുക. അത് സയൻറ്റിഫിക് ആണ് താനും. ഏതാ ജിയോസെൻട്രിക് ആയിട്ട് എടുത്തിരിക്കുന്നത് സയൻറ്റിഫിക് ആണെന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മധുരം ഇഷ്ടമാണ്. ജാതകം നോക്കി പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ലഗ്നത്തിൽ ശുക്രനുണ്ടെങ്കിൽ മധുരം വളരെ ഇഷ്ടമായിരിക്കും. ലഗ്നത്തിൽ ശുക്രനുള്ള വ്യക്തി പെണ്ണുങ്ങളെ പോലെ സംസാരിക്കും, ആണായാലും മധുരം വളരെ ഇഷ്ടമായിരിക്കും. ഡെക്കറേഷൻ വളരെ ഇഷ്ടമായിരിക്കും. സെൻറ്റ് പൂശുന്നതും നല്ല പിയേഴ്സ് സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നതും എല്ലാം വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ലഗ്നത്തിൽ എവിടെ നിൽക്കുന്നു ശുക്രൻ എന്ന് നോക്കിയിട്ട് കുറേ കാര്യം പറയാൻ പറ്റും. എനിക്ക് ഭയങ്കര മടിയാണ്,
പഠിക്കാനും ബാക്കി എല്ലാത്തിനും വളരെയധികം മടിയുണ്ട്. ജാതകം നോക്കി പറയാൻ സാധിക്കും. ലഗ്നത്തിൽ ശനിയുള്ള വ്യക്തിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും മടിയായിരിക്കും. 10ാം ഭാവത്തിൽ ശനി ഉണ്ടെങ്കിൽ പഠിക്കാൻ വളരെയധികം മടിയായിരിക്കും. 2ാം ഭാവത്തിൽ ശനി ഉണ്ടെങ്കിൽ സംസാരിക്കാൻ പോലും അയാൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. വളരെ ഏച്ചു വലിച്ച് സംസാരിക്കുകയുള്ളൂ. ശനിദശ അപകടകരമാണോ? ശനിദശ എന്നല്ല, ഒരു ദശയും അപകടകരമല്ല. എല്ലാ ദശയ്ക്കും അപകടമുണ്ട്, നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഇപ്പോൾ ശനി എവിടെ ഇരിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാം. ലഗ്നത്തിൽ ശനി ഉണ്ടെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അത് ഉച്ചത്തിലാണ് ശനിയെങ്കിൽ വളരെ പക്വമതിയായിരിക്കും, വളരെ ഈശ്വരഭക്തനായിരിക്കും. അപ്പോൾ ശനിദശ നെഗറ്റീവ് ആണെന്നോ ശുക്രദശ വളരെ പോസിറ്റീവ് ആണെന്നോ പറയുന്നതൊക്കെ തെറ്റാണ്. ശുക്രൻ 12-ലുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇയാൾ എത്രയാ അമിതമായിട്ട് ലിക്കർ കഴിക്കുക, അതനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഡയബറ്റിക്സ് ഉണ്ടാവുക, ഇതെല്ലാം ആ കാലയളവിലാണ് സാധാരണ ഉണ്ടാവുക. ക്രിസ്ത്യാനികൾക്കും മുസൽമാനും ജാതകമില്ലല്ലോ. ക്രിസ്ത്യാനികൾക്കും ജാതകമില്ല, മുസ്ലിങ്ങൾക്കും ജാതകമില്ല. 95% ഹിന്ദുക്കൾക്കും ഇപ്പോൾ ജാതകമില്ല. അതിനെന്താ കുഴപ്പം? ജാതകമുള്ള ക്രിസ്ത്യാനികളുണ്ട്, ജാതകം ഇല്ലാത്ത ക്രിസ്ത്യാനികളുണ്ട്, ജാതകമുള്ള മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളുണ്ട്. ഇന്ന് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജാതകം നോക്കാറുണ്ട്, ജ്യോതിഷം നോക്കാറുണ്ട്, പ്രശ്നം വെക്കാറുണ്ട്. അതെല്ലാം അവരവരുടെ സ്വാധീനമാണ്. അത് ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിം ആണെന്നോ നിർബന്ധമൊന്നുമില്ല. ജാതകം ഒരു അന്ധവിശ്വാസമല്ലേ? അന്ധമാണെന്ന് വിചാരിക്കുന്നവർക്ക് അത് അന്ധവിശ്വാസമാണ്. അന്ധമല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് അത് അന്ധമല്ല. ജാതകം കൊണ്ട് എന്താ പ്രയോജനം? ഈ ലോകത്തിലെ എല്ലാ തരത്തിലുള്ള അറിവ് കൊണ്ടും എന്തെങ്കിലുമൊക്കെ പ്രയോജനമുണ്ട്. പക്ഷെ ഒന്ന് മാത്രമേ ഉള്ളൂ, അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലമനൌഷധം അയോഗ്യ പുരുഷോ നാസ്തി യോജകത്തത്ര ദുർലഭ. മന്ത്രമല്ലാത്ത അക്ഷരം ഈ ലോകത്തിലില്ല. അതേപോലെ തന്നെ മരുന്ന് ആക്കാൻ പറ്റാത്ത ചെടികൾ ഈ ലോകത്തിലില്ല. യൂസ്ലെസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. ഈ അക്ഷരങ്ങൾ ചേർത്ത് മന്ത്രം എഴുതാൻ കഴിവുള്ളവരാണ് ഈ ലോകത്തിലില്ലാത്തത്. അതേപോലെ ചെടികളെ കറക്റ്റ് പ്രപ്പോർഷനിൽ ചേർത്ത് മരുന്നുണ്ടാക്കാൻ കഴിവില്ലാത്തവരാണ് ഈ ലോകത്തിലുള്ളത്. അതേപോലെ നല്ല നല്ല മനുഷ്യർ, ഓരോ മനുഷ്യരെയും കണ്ട് അവരുടെ സ്വഭാവവും ഗുണവും ദോഷവും ക്വാളിഫിക്കേഷനും എല്ലാം നോക്കിയിട്ട് അവരെ പ്രയോജനപ്പെടുത്താൻ കഴിവുള്ള കോർഡിനേറ്റേഴ്സാണ് ഈ ലോകത്തിലില്ലാത്തത്. അതുപോലെ തന്നെ ജാതകം നല്ല രീതിയിൽ നോക്കിയിട്ട് അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ ഉപദേശം കൊടുക്കുന്നവരാണ് ഈ ലോകത്തിലില്ലാത്തത്. വേറൊരാൾ ചോദിച്ചു, ജാതകം നോക്കിയത് കൊണ്ട് ഗോപാലകൃഷ്ണൻ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്ന്. എനിക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മകളുടെ 2ാം ഭാവത്തിൽ ശുക്രനാണ്. അതുകൊണ്ട് ഞാൻ അവളോട് നിർബന്ധമായും പാട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ജാതകത്തിൽ ഗുരുദശയിൽ ശുക്രാപഹാരത്തിൽ എല്ലാ വളരെയധികം നഷ്ടം സംഭവിക്കുമെന്ന് എനിക്കറിയാം. ആ സമയത്ത് വേറൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. നഷ്ടം സംഭവിക്കാതിരിക്കാൻ വീട് പണി തുടങ്ങിയ ഏതെങ്കിലും ഒരു വലിയ കൺസ്ട്രക്ഷൻ വർക്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ നഷ്ടം മുഴുവനും വീടായിട്ട് മാറ്റാൻ സാധിക്കും. അങ്ങനെയാണ് ഞാൻ കാനഡയിൽ കുറേ കാലം റിസർച്ച് ചെയ്ത് വന്ന് ആ പൈസ കൊണ്ട് തൃപ്പൂണിത്തുറയിൽ ഒരു വീട് വയ്ക്കാൻ ശ്രമിച്ചത്. ഈ ഗുരുദശയിലെ ശുക്രാപഹാരത്തിൽ ആ വീടിൻ്റെ പണി തീർന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കടമൊന്നുമില്ല. കയ്യിലുള്ള പൈസ മുഴുവനും വീടിന് വേണ്ടി ചിലവഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വളരെയധികം പ്രയോജനം എനിക്ക് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ അന്ധമായിട്ട് ജാതകം വിശ്വസിക്കുന്നു, ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നു എന്നൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ അത്രയും വലുതായിട്ട് ജാതകമൊന്നും നോക്കാറില്ല ഒരു കാര്യത്തിന്. എൻ്റെ വീട് വെച്ചപ്പോഴും ഞാൻ വാസ്തുവിദ്യ ഒന്നും നോക്കിയില്ല. എൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശന ദിവസം എടുത്തപ്പോഴും ഞാൻ അങ്ങനെയൊന്നും നോക്കിയില്ല. എൻ്റെ മകളുടെ വിവാഹത്തിന് ഒരു ദിവസം വേണമെന്ന് പറഞ്ഞപ്പോൾ കല്യാണ മണ്ഡപം ഒഴിവുള്ള ദിവസം നോക്കി ഈ ദിവസത്തിൽ ഏത് സമയമാണ് നല്ലത് വിവാഹത്തിനെന്ന് ചോദിക്കുക ചെയ്തത്. ഏത് ദിവസം ഏത് സമയമാണ് നല്ലതെന്ന് ചോദിക്കുകയല്ല ചെയ്തത്. അതുകൊണ്ടൊന്നും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇനി അഥവാ വല്ല പ്രശ്നം ഉണ്ടായാൽ തന്നെ ഈ സമയം കൊണ്ടൊന്നും അല്ല അത് സംഭവിക്കുന്നത്. അതേപോലെ വേറൊരാൾ ചോദിക്കേണ്ടായി, ഈ വാരബലം മാസബലം ഇതെല്ലാം അർത്ഥവത്താണോ എന്ന്. അതിലൊന്നും ഒരു അർത്ഥമില്ല. കാരണം ജാതകത്തിലെ സ്റ്റെബിലൈസ്ഡ് പൊസിഷൻ നോക്കിയിട്ട് ഇപ്പോൾ ഗ്രഹങ്ങൾ കറങ്ങുന്ന അതും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഗ്രഹചാരപ്രകാരം ആയില്യ നക്ഷത്രക്കാരന് വിവാഹ യോഗം ഉണ്ടെന്ന് പറയുന്നത്. ആയില്യ നക്ഷത്രക്കാരന് 92 വയസ്സായിട്ടുണ്ടെങ്കിൽ വിവാഹ യോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ആയില്യ നക്ഷത്രക്കാരൻ 92 വയസ്സാവാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട്
കുറേയധികം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ജാതകത്തിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു. എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും അത് ചെയ്യുന്നുമുണ്ട്. ഏറ്റവും അധികം യുക്തിവാദികളായ പത്രങ്ങളിൽ പോലും ഈ അബദ്ധജടിലമായിട്ടുള്ള വിവരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന് കാരണം എന്താ? വായനക്കാര് വായിക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല അതിൽ വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെന്ന്. ഏതായാലും ഞാൻ നിങ്ങളോട് പറയുന്നു, ജാതകം നോക്കണമെങ്കിൽ നോക്കുക, നോക്കണ്ടെങ്കിൽ നോക്കണ്ട. പക്ഷെ അത് അന്ധമായിട്ട് അത് ഫോളോ ചെയ്യരുത്. നമുക്ക് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ വല്ലതും പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതങ്ങോട്ട് തിരസ്കരിക്കുക. ജാതകം നോക്കാതെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് വലിയ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ട. ആവശ്യമുണ്ടെങ്കിൽ ജാതകം നോക്കും, ജാതകം നോക്കിയിട്ട് വല്ല പ്രയോജനം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ പകർത്തും, അല്ലെങ്കിൽ ജീവിതത്തിൽ പകർത്തില്ല, അത് ഉപയോഗിക്കില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്തെല്ലാം ചെയ്താലും ഒരു കാര്യം ഉറപ്പാണ്, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കണം. അത് ജാതകത്തിനൊന്നും വലിയ റോളൊന്നും അതിലുണ്ടെന്ന് വിശ്വസിക്കാൻ വേണ്ട. ഇനി അഥവാ ഉണ്ടെങ്കിൽ നല്ലോണം മനസ്സിലാക്കിയിട്ട് അതിൽ വിശ്വസിച്ചാൽ മതി. ചാണക്യൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുവെങ്കിൽ നമുക്കൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ മതിയല്ലോ, അവ എനിക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ തരുമല്ലോ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം നമ്മുടെ പൂർവികർ ഇതൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്നൊന്നും ധരിക്കരുത്. ഇപ്പം മാതൃഭൂമി മനോരമ പത്രം നോക്കിയാൽ ധാരാളം യന്ത്രങ്ങളും ഏലസുകളും ചരടുകളെയും കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇത് ശുദ്ധ തട്ടിപ്പും വെട്ടിപ്പും പറ്റിക്കലും മാത്രമാണെന്ന് പറയാൻ ഞാൻ എന്നും ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും യന്ത്രം കെട്ടിയത് കൊണ്ടോ, ഏതെങ്കിലും ചരട് കെട്ടിയത് കൊണ്ടോ, ഏതെങ്കിലും ഏലസ് കെട്ടിയത് കൊണ്ടോ സൈക്കോളജിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമെങ്കിൽ ഒരു പക്ഷേ സാധിച്ചേക്കാം. അല്ലാതെ നാച്ചുറലി സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ധനാകർഷണ ഭൈരവ യന്ത്രം കൊണ്ട് നിങ്ങൾക്ക് ധനം വരുമെങ്കിൽ അത് ആദ്യം കയ്യിൽ കെട്ടേണ്ടത് കേരളത്തിലെ ഫിനാൻസ് മിനിസ്റ്റർ KM മാണിയാണ്. കാരണം അപ്പോൾ ഡെഫിസിറ്റ് ബഡ്ജറ്റേ ഉണ്ടാവില്ല, ഇഷ്ടംമാതിരി പൈസ വരും. അങ്ങനെയൊക്കെ ഒരു യന്ത്രമോ ഇതൊക്കെ കയ്യിൽ കെട്ടിയതിന് ശേഷം നമുക്ക് ശത്രുക്കൾ ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ ധനം വരും, അല്ലെങ്കിൽ വിജയം കിട്ടും എന്നൊക്കെ ധരിക്കുന്നത് അബദ്ധ. വിജയം കിട്ടണമെങ്കിൽ നല്ലോണം പ്രവർത്തിക്കണം, ധനം വരണമെങ്കിൽ നല്ല ജോലിയിൽ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കണം, ശത്രുക്കൾ ഇല്ലാണ്ടാവണമെങ്കിൽ പെരുമാറ്റം നന്നാവണം. അല്ലാതെ ശത്രുക്കൾ തന്നെത്താനെ ഒന്നും ഇല്ലാണ്ടാവില്ല. അങ്ങനെ ശത്രുക്കൾ തന്നെത്താനെ ഇല്ലാതെ ആവുമെങ്കിൽ ഈ AK ആൻ്റണി ശത്രു സംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ ചൈനക്കാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കിട്ടും, പാകിസ്ഥാൻകാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ചിന്തിച്ചു നോക്കാം. ഒരു ദേശത്തിനും ഒരു കുടുംബത്തിനും ഒരു വ്യക്തിക്കുമെല്ലാം ജാതകത്തിൽ ഈ അന്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പോകുമ്പോൾ വലിയ പ്രശ്നമുണ്ട്. പക്ഷെ നല്ലോണം പഠിക്കാം. ഞാനും ജാതകത്തെക്കുറിച്ച് ജ്യോതിഷത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു 10-15 എഡീഷനായി. അത് നല്ല രീതിയിൽ പോകുന്നതാണ്, പഠിപ്പിക്കുന്ന രീതിയിലാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് ജ്യോതിഷത്തെക്കുറിച്ചുള്ള കമൻറ്റ് പറഞ്ഞത് അന്ധമായിട്ടല്ല, കുറേ പഠിച്ച് ആധികാരികമായിട്ടൊരു പുസ്തകം അതിലെഴുതിയിട്ട് തന്നെയാണ് ഈ ജ്യോതിഷത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.